യൂണിഫോം മോഷൻ നമ്മൾ എപ്പോഴാണ് പറയുക? എല്ലാ മോഷൻസും യൂണിഫോം ആണോ? നോ. യൂണിഫോം മോഷൻ വരുന്ന എപ്പോഴാണ്? മോഷൻ ഈസ് സെറ്റ് ടു ബി യൂണിഫോം ഇഫ് ദി ബോഡി മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഒറ്റ വേർഡ് പറയുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എല്ലാം സെയിം ആകും, ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യാൻ വേണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മോഷനാണ് യൂണിഫോം മോഷൻ. ഒറ്റ വേർഡിൻ്റെ ആവശ്യമുള്ളൂ, ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി. A particle is said to have uniform velocity or be in uniform motion if the magnitude as well as direction of velocity remains same. It is a motion with constant velocity. ഈ ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലാം സെയിം ആയിരിക്കും. സച്ച് എ മോഷൻ ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കമ്പയർ ചെയ്ത് ഇൻസ്റ്റൻറ്റേനിയസും സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും കമ്പയർ ചെയ്യാം. നോക്കാം, ഒരു മോഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോഡിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ആ സെയിം മോഷനിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. പറഞ്ഞിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. എ പാർട്ടിക്കിൾ മേ ഹാവ് എ കോൺസ്റ്റൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ബട്ട് എ വേരിയബിൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഒരേ സമയം ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വേരിയബിൾ ആണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ? സർക്കുലർ മോഷനാണ്, യൂണിഫോം സർക്കുലർ മോഷൻ. വേണ്ടിയിട്ട് യൂണിഫോം സർക്കുലർ മോഷൻ നിങ്ങൾക്ക് അറിയാം, ഓരോ പോയിന്റിലും വെലോസിറ്റി ടാൻജൻഷ്യലാണ്. ഈച്ച് ആൻഡ് എവറി പോയിന്റ് വെലോസിറ്റി വിൽ ബി ടാൻജൻഷ്യൽ. ആ ടാൻജൻഷ്യലായിട്ട് വരുന്ന എല്ലാത്തിൻ്റെ വാല്യൂ മേ ബി സെയിം ആയിരിക്കാം, എല്ലാം ഒരേ വാല്യൂ ആണ്. ഒരേ വാല്യൂ ആണെങ്കിൽ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ ഐ ക്യാൻ സേ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് ദി സെയിം. യൂണിഫോം സർക്കുലർ മോഷൻ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് ദി സെയിം, ബട്ട് വാട്ട് ഈസ് ഡിഫറെൻറ്റ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫറെൻറ്റ് ബിക്കോസ് ഡയറക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. സോ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. ഫോർ example, when a particle is performing circular motion with a constant speed, its speed remains constant but velocity changes every instant as shown it there. Tangential to the path ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വിച്ച് ഈസ് എ വേരിയബിൾ ബട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, അത് അറിഞ്ഞിരിക്കുക. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഏതൊരു മോഷൻ എടുത്ത് നോക്കിയാലും ആ ഇൻസ്റ്റൻറ്റിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിട്ടൺ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദി ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ദാറ്റ് ഓൾസോ യു ക്യാൻ റിമെമ്പർ. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ സ്പീഡും വെലോസിറ്റി നമ്മൾ ഫെമിലിയർ ആയ സ്ഥിതിക്ക് നോ വി ഷാൽ ട്രൈ ക്വസ്റ്റ്യൻസ് ഓൺ ദിസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. A particle moving in a straight line covers half the distance with a speed 12 meters per second. Other half distance is covered in two equal time intervals with speed 4.5 and 7.5. Average speed of the particle during the motion is. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് പഠിച്ചു. എന്താ? when a particle makes two equal displacements അല്ലെങ്കിൽ two distances covered with unequal speeds, average speed will be 2v1 v2 by v1 plus v2. For two equal time intervals moving with speeds v1 v2 ആണെങ്കിൽ average speed is v1 plus v2 by 2 എന്നും കണ്ടു. ഹാർമോണിക് മീനും അരിത്തമെറ്റിക് മീനും. ഇവിടെ ഈ രണ്ട് സിറ്റുവേഷൻസ് ഇൻവോൾവ് അല്ലേ നോക്കി. ഞാൻ വരച്ച് കാണിക്കാം സിറ്റുവേഷൻ. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ കവേഴ്സ് ഹാഫ് ദി ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ആ സ്ട്രേറ്റ് ലൈൻ എന്ന് വിചാരിക്കുക. ഹാഫ് ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. Then you have remaining half distance xx. Okay. First half distance is moved with a speed 12 meter per second. അപ്പോൾ ആദ്യത്തെ സ്പീഡാണ് ഞാൻ 12 എന്നെടുക്കുന്നു. So here it is moving with a speed of 12 meter per second. Throughout it has moved with a speed of 12 meter per second. അതിനെ ഞാൻ v1 എന്ന് വിളിച്ചു. v1. The other half distance is covered in two equal time intervals with speeds 4.5 and 7.5. ബാക്കി എക്സ് ഡിസ്റ്റൻസും ഉണ്ട്, പക്ഷേ അത് രണ്ട് സ്പീഡ്സിലാണ് അവിടെ മൂവ് ചെയ്തത്. v2 അനദർ v3. ആ v2 v3 വാല്യൂ ഉണ്ട് 4.5 and 7.5. ഞാൻ അവിടെ എഴുതുന്നില്ല, ക്വസ്റ്റ്യനിലുണ്ട് 4.5 and 7.5. ആൻഡ് ദീസ് ആർ ഇൻവോൾവ്ഡ് ഫോർ സെയിം ടൈം ഇൻ്റർവൽസ് ആണ്. ഇത് t സെക്കൻഡ്സിലേക്കാണെങ്കിൽ ദിസ് ഈസ് ഓൾസോ ദെയർ ഫോർ t സെക്കൻഡ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് 12 മീറ്റർ പെർ സെക്കൻഡ്, സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് രണ്ട്
സ്പീഡ്സിൽ മൂവ് ചെയ്തു. ആ രണ്ട് സ്പീഡ്സ് ദേ റിമെയിൻ ദി സെയിം ഫോർ ഈക്വൽ ടൈം ഇൻ്റർവൽസ് ആണ്. ദെൻ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ മോഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടിൻ്റെ ബേസിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ് ഇത്. സോ വാട്ട് ഐ എം ഗോയിങ് ടു അസ്യൂം ദാറ്റ് ഇതിന് V1 ഇത് V2 V3 V4 എന്ന് വിളിച്ചു. ദി സിറ്റുവേഷൻ ഈസ് ഈക്വൽ ടു, ഞാൻ മാറ്റി വരയ്ക്കുന്നു. ക്യാൻ ഐ സേ ദി സിറ്റുവേഷൻ വിൽ ബി ലൈക്ക് ദിസ്. First distance x is covered with the speed V1. The remaining distance x is covered with an average speed of V4. ഇവിടെ V1 V2 V3 വന്ന സ്ഥിതിക്ക് ഞാൻ V4 എടുത്തു. സോ ഞാനിപ്പോൾ V4 ആയിട്ട് എന്താ എടുത്തിരിക്കുന്നത്? ലെറ്റ് V4 be the average of V2 and V3. V2ൻ്റെ V3യുടെ ആവറേജിനെ ഞാൻ V4 എന്ന് വിളിച്ചു. ആ V4 കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, ഇപ്പോൾ നമ്മൾ പഠിച്ചേ ഉള്ളൂ. V4 ഈസ് ദി ആവറേജ് ഓഫ് V2 V3. V2 V3 ഈക്വൽ ടൈം ഇൻ്റർവൽസിലോട്ട് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതെന്തായിരിക്കണം? ദാറ്റ് V4 ഹാസ് ടു ബി ഏത് മീൻ? അരിത്തമെറ്റിക് മീൻ ആണ്, വിച്ച് ഇസ് V2 പ്ലസ് V3 ഡിവൈഡഡ് ബൈ 2 ആണ്. എന്താ പഠിച്ചു? ഈക്വൽ ടൈം ഇൻ്റർവൽസ് ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ V2 പ്ലസ് V3 ബൈ 2. V2 എത്രയാണ്? 4.5 പ്ലസ് V4 7.5 ഡിവൈഡഡ് ബൈ 2 12 ബൈ 2 മീൻസ് 6 ആണ്. അപ്പോൾ V4 6 മീറ്റർ പെർ സെക്കൻഡ് എന്നായി. അപ്പോൾ ഈ V4 ഈ രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ്. ഞാനത് 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. V1 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻ എന്തായി? ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 12, റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് 6 മീൻസ് രണ്ട് ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് എന്നാണ്. രണ്ട് ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് വിത്ത് അൺഈക്വൽ സ്പീഡ്സ് ആണ്. രണ്ട് ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് വിത്ത് അൺഈക്വൽ സ്പീഡ്സ് ആകുമ്പോൾ ഹൗ യു ഫൈൻഡ് ദി ആവറേജ്? അടുത്ത ആവറേജ് എങ്ങനെയാണ് കാണുന്നത്? രണ്ട് ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് ആകുമ്പോൾ നൗ ആവറേജ് ഓഫ് V4 ആൻഡ് V1 ആൻഡ് V4, ആവറേജ് ഓഫ് V1 ആൻഡ് V4 വിൽ ബി ആണ് നമുക്ക് ആൻസർ. വി ആവറേജിന് V എന്ന് എഴുതുന്നു, ലാസ്റ്റിന് V എന്ന് എഴുതി, ഇസ് ഈക്വൽ ടു 2V1 V4 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V4. അത് ഹാർമോണിക് മീൻ ആണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ ഹാർമോണിക് മീൻ എടുത്താൽ മതി. ഇപ്പോൾ 2V1 V4 ബൈ V1 പ്ലസ് V4 വിച്ച് ഇസ് 2 ഇൻറ്റു V1 is 12, V4 is 6 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 മീൻസ് 12 പ്ലസ് 6 18 വരും. അപ്പോൾ 6ഉം 18ഉം 3 ആകും. ഇത് 4 വരും മേളിൽ. അപ്പോൾ 4 ഇൻറ്റു 8. സോ ഓവറോൾ ആവറേജ് സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ആൻസർ ഹാസ് ടു ബി 8 മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് ആ ക്വസ്റ്റിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് റിസൾട്ട്സും കൂടി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ഗോട്ട് ദി ആൻസർ ലൈക്ക് ദിസ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ.